ഹായ് ഫ്രണ്ട്സ്, ഇത് ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓവർനൈറ്റ് കുതിരാൻ വെച്ചതാണ്. എത്രയധികം പയറുവർഗ്ഗങ്ങൾ എത്രയധികം കുതിരാൻ വെക്കുന്നു അത്ര നമുക്ക് വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഇത് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില. പച്ചമുളക് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് വിട്ടാൽ നല്ലൊരു മണമാണ്. അതിനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. കായം, എൽജിയുടെ കായമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വളരെ നല്ലതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് ഇത് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. കടലയ്ക്ക് ആവശ്യമായ വെള്ളമേ ചേർക്കാവൂ. അതിൻ്റെ ഒരു ശകലം മേളിലായിട്ട് മാത്രമേ കൊടുക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം പുറത്തു വരും. നമുക്കിത് അടിച്ചു വെച്ച് ഒരു 4 വിസിൽ അടിച്ചെടുക്കാം. അങ്ങനെ 4 വിസിലടിച്ച് നമുക്കിനി ഇത് സ്ലോ ചെയ്ത് കുക്കർ ഇറക്കാം. കുക്കർ പെട്ടെന്ന് തണുത്ത് തുറക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ പൈപ്പിൻ്റെ ചുവട്ടിലോട്ടൊന്ന് വെച്ചാൽ മതി. നമുക്കിനി ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ കുക്കറിലൂടെ തണുത്തിട്ടുണ്ട്. പുറത്ത് വേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റായിട്ട് തുറന്നത്. നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിനി കടി ചേർത്ത് കൊടുക്കാം. ഇതിന് മേലെ മസാലയുടെ ആവശ്യമൊന്നുമില്ല. എല്ലാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി വട്ടാണക്കടിയുടെ റെഡിയായി. ഇതൊരു തല തിളച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. 1 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണ് ഉണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായില്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തു. നമ്മുടെ ഇഷ്ടങ്ങളായിരിക്കില്ലല്ലോ മറ്റുള്ളവരുടെ ഇഷ്ടം. നമ്മൾ ഇഷ്ടപ്പെട്ടില്ല അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരും. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.